കൊച്ചി നഗരമധ്യത്തിൽ അപകടക്കെണിയൊരുക്കി എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ഒരാളുടെ മരണത്തിനിടയാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ അതേ പഴക്കമുള്ള കെട്ടിടമാണിത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവൃത്തിയടക്കം നിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ആശങ്ക ഉയർത്തുന്നതാണ്. മഴ പെയ്താൽ അകവും പുറവും വെള്ളക്കെട്ടിനാൽ നിറയുന്ന എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറാതിരിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മഴയ്ക്ക് മുൻപേ തീരേണ്ട പ്രവൃത്തി ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. MLA ഫണ്ടിലാണ് പ്രവൃത്തി. കെട്ടിടത്തിൽ പാച്ച് വർക്കുകളും ചെയ്ത് മുകളിലത്തെ നിലയിൽ ടൈൽ വിരിച്ച് പെയിന്റ് അടിച്ച് ഭംഗിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ബസ് സ്റ്റാൻഡിനെ സംരക്ഷിച്ചു നിർത്താനാകുമോ എന്നതാണ് ചോദ്യം. ഇതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലെ തന്നെ ഇത് പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലുള്ള ഇതാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇത് ഫയലിംഗ് ഒന്നും ചെയ്തിട്ടായിരിക്കില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിംഗ് ഇതിപ്പോൾ നിലവിലുള്ള കൂട്ടായ ഒരു കണക്ഷൻ്റെ പുറത്ത് മാത്രം ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്ന് മറിഞ്ഞു വീഴും. കർണാടക തമിഴ്നാട് ബസ്സുകളുടെ ജീവനക്കാർക്കായുള്ള വിശ്രമമുറിയുടെ അവസ്ഥ കൂടി ഒന്ന് കാണണം. ഇതിൽ ഇത്തിരി മോശമാണ് ഈ തമിഴ്നാടിൻ്റെ വണ്ടിക്കാർ കിടക്കുന്നത്. ഈ കർണാടക ബസ് വരുന്നതിൽ ഇത്തിരി കൂടി മോശമാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ KSRTCക്ക് കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ്, അവരുടെ ഓഫീസ് വളരെ വലിയ രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. KSRTC സ്റ്റാൻഡ് പൊളിച്ച് കരിക്കാമുറിയിൽ വൈറ്റില മാതൃകയിൽ പുതിയ മൊബിലിറ്റി ഹബ്ബ് പണിയുമെന്ന് ഗതാഗത മന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും സാന്നിധ്യത്തിലുള്ള ഉന്നതതല യോഗത്തിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പദ്ധതി നിർദ്ദേശങ്ങൾ പലതുണ്ടെങ്കിലും ഒന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ ജൂണിൽ ഗതാഗത മന്ത്രിയും സംഘവും നേരിട്ടെത്തി വേഗത്തിൽ പ്രശ്നപരിഹാരം കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നതിൽ പോലും വ്യക്തതയില്ല. മനോജ് PL-നൊപ്പം മൂസ്നാസ് സോ, മീഡിയ 1, കൊച്ചി.